നമസ്കാരം. നമ്മൾ ആസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് കാലമായിട്ട് വീഡിയോസൊക്കെ ഇങ്ങനെ ഡിലേ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വലിയ സഹായമായിട്ടുള്ള ഈ ക്ലാസ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ലഗ്നത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ലഗ്നം അഥവാ റൈസിങ് സൈൻ അഥവാ അസെൻഡൻറ്റ് അഥവാ തനുഭാവം അഥവാ ലഗ്നസ്ഥാനം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഒരു ചാർട്ടിലെ ഒരു ഹൊറോസ്കോപ്പിലെ ആദ്യ ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ കളം ലാന്ന് എഴുതും. ഇംഗ്ലീഷ് ഹൊറോസ്കോപ്പ് ആണെങ്കിൽ ASC എന്നൊക്കെ എഴുതും. ഇതിനെക്കുറിച്ച് ലഗ്നത്തെക്കുറിച്ച് ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നത് വളരെ നന്നായിരിക്കും. ഒന്നാം ഭാവം അഥവാ തനുഭാവം. ഒരാളുടെ ഹൊറോസ്കോപ്പ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന നേരത്ത് നമ്മളത് എടുക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ സൈക്കോളജിക്കലായിട്ടും അതുപോലെ തന്നെ ഫിസിയോളജിക്കലായിട്ടും അതുപോലെ തന്നെ മെറ്റീരിയൽ ആസ്പെക്റ്റുകളും അയാളുടെ ചിന്താരീതികളടക്കം എല്ലാ വിഷയങ്ങളുമാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ എപ്പോഴും വേണം. ഒരാളുടെ ഓവറോൾ പേഴ്സണാലിറ്റി, ശരീരം, ധനം, ഉയരം, അയാൾ ജനിച്ച സമയത്തുള്ള അയാളുടെ പരിസ്ഥിതികൾ, ഒരാളുടെ ജീവിതത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അയാൾക്ക് കിട്ടുന്ന ഫെയിമുകൾ, പ്രശസ്തി, കീർത്തി എല്ലാം, അതുപോലെ തന്നെ ഡീഫെയിമുകൾ, അയാൾക്ക് കിട്ടുന്ന പ്രശസ്തിക്ക് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അയാളുടെ സെറ്റ് ബാക്സുകൾ, അയാളുടെ സക്സസ്, അങ്ങനെ തുടങ്ങി സർവ്വ വിഷയങ്ങളും ലഗ്നാൽ ചിന്തയിൽ നിന്ന്, ലഗ്നം കൊണ്ട് സർവ്വ വിഷയങ്ങളും, ദേഹത്തിൻ്റെ സൗഷ്ഠവം, സ്വാസ്ഥ്യം, സ്ഥിതി, ശ്രേയോ, യശസുഖം, ജയം, വപുച്ച, തത്സർവം എന്ന് ഒരു പ്രമാണമുണ്ട് പ്രശ്നമാർഗത്തിൽ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ലഗ്നം കൊണ്ട് ചിന്തിക്കാം. ഒരാളുടെ വിജയങ്ങൾ, അയാളുടെ പരാജയങ്ങൾ, അയാളുടെ തനുഭാവത്തെ പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കും എന്നുള്ളത് ഓർക്കുക. ലഗ്നം കൊണ്ടാണ് ശരീരത്തെ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്നായതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളുടെ ജീവിത വിജയത്തിന്, ഭൂരിപക്ഷം ആൾക്കാരുടെയും ജീവിത വിജയത്തിന് ഒരു നല്ല ശരീരം അത്യാവശ്യമാണ്, ഒരു നല്ല മനസ്സ് അത്യാവശ്യമാണ്. അപ്പം നല്ല ശരീരം എന്നുള്ളത് കൊണ്ട് തന്നെ ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്നാണ്. അപ്പം ശരീരത്തിൻ്റെ ഗുണദോഷങ്ങളെ ചിന്തിക്കുന്നതിൽ പ്രധാനം ലഗ്നമാണ്. ജീവിത വിജയങ്ങളിൽ സക്സസ്സും അതുപോലെ തന്നെ പരാജയങ്ങളും, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നതിനെ വിജയമെന്നും, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും ഒരുപാട് പ്രതിസന്ധികൾ കാരണം ആഗ്രഹിക്കുന്നത് നടക്കാതിരിക്കുകയും ചെയ്യുമ്പം അത് പരാജയമാവുന്നു. അപ്പം അത് അയാളുടെ പേഴ്സണാലിറ്റി, ഇൻസ്പിറേഷൻസ്, അതുപോലെ തന്നെ അയാളുടെ ആസ്പിറേഷൻ, ഒരാളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരു കാര്യത്തിലെത്തിപ്പെട്ട് വളരെ ഫോക്കസ്ഡായിട്ട് അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, സെൽഫ് റെസ്പെക്റ്റ്, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ കോംപ്ലക്സുകൾ. ലഗ്നത്തിൽ ബലമുണ്ടെങ്കിൽ നമുക്കിതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ ലഗ്നം അഥവാ അതിൻ്റെ ഭാവത്തിൻ്റെ അധിപനെ പറയുന്ന പേര് ലഗ്നാധിപൻ, ലഗ്നേശൻ, അതുപോലെ തന്നെ അസെൻഡൻ്റ് ലോഡ്, ലഗ്നാധിപതി എന്നൊക്കെയാണ്. ഈ ഭാവത്തിൻ്റെ ഗുണദോഷങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹം, ലഗ്നാധിപൻ, അതേപോലെ ലഗ്നത്തെ നോക്കുന്നത്, ദൃഷ്ടി ഒക്കെ ചെയ്യുന്ന ഗ്രഹങ്ങൾ, ലഗ്നത്തിൽ അംശിച്ച ഗ്രഹങ്ങൾ, ലഗ്നത്തിൻ്റെ സ്ഫുടം വീണിരിക്കുന്ന നക്ഷത്രവും നക്ഷത്രാധിപനും, ലഗ്നാധിപൻ പോയി നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ അധിപൻ, അതുപോലെ തന്നെ ലഗ്നത്തെ അംശിച്ചിരിക്കുന്ന ഗ്രഹം, ലഗ്നം പോയി അംശിച്ചിരിക്കുന്ന ഗ്രഹം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമ്മളതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നത്, അല്ലെങ്കിൽ ഒരു ഫൈനൽ
ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ലഗ്നത്തിൻ്റെ കാരഗ്രഹം, അതായത് ലഗ്നത്തിൻ്റെ ഓരോ ഭാവത്തിനും കാരകന്മാരുണ്ട്. ലഗ്നത്തിൻ്റെ കാരഗ്രഹം എന്ന് പറയുന്നത് സൂര്യനാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ലഗ്നത്തെ കൊണ്ട് ചിന്തിക്കുന്നത്. ഒരാളുടെ ഇൻറ്റേർണൽ സൈക്കോളജിക്കലായിട്ടുള്ള തോട്ട് പ്രോസസ്സുകൾ എങ്ങനെ വരാം എന്നുള്ളതും, അതുപോലെ തന്നെ അയാളുടെ ആ തോട്ട്സിൻ്റെ ആക്ഷൻ, അതായത് മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളും എങ്ങനെ വരാം എന്നുള്ളതും, അയാളുടെ കീർത്തിയും, അയാൾക്ക് ഈ ജീവിതം കൊണ്ട് കിട്ടാവുന്ന കീർത്തികളും, അതുപോലെ തന്നെ അയാളുടെ ശരീരത്തിൻ്റെ ബലവും അയാളുടെ കഴിവുകളും, ഇതെല്ലാം പ്രധാനമായിട്ടും നമ്മൾ ലഗ്നത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. എന്ന് വെച്ചിട്ട് മറ്റു ഭാവങ്ങളിൽ കൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതല്ല. ഇതിൻ്റെ ഈ 12 ഭാവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ 12 ഭാവങ്ങളുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് കുറേയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന, വ്യക്തിയെക്കുറിച്ച് അയാളുടെ സൈക്കോളജികൾ എങ്ങനെയൊക്കെ ചിന്തിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അതിൽ പ്രധാനമാണ് ലഗ്നമാണ് പ്രധാനം. അതിനുശേഷമാണ് മറ്റു ഭാവങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടത്. ലഗ്നത്തിന് ബലമില്ലെങ്കിൽ, ലഗ്നാധിപന് ബലമില്ലെങ്കിൽ, ലഗ്നാധിപനുണ്ടാവുന്ന ലഗ്നത്തിലുണ്ടാവുന്ന ബലക്ഷയങ്ങൾ ഇതെല്ലാം തന്നെ ആ വ്യക്തിയുടെ ശരീരത്തെയും സക്സസ്സിനെയും അയാളുടെ ക്യാരക്ടറിനെയും അയാളുടെ റെസ്പോൺസിബിലിറ്റിയെയും അയാളുടെ ക്വാളിറ്റീസിനെയും അയാളുടെ എത്തിക്സ്, ലോയലിറ്റി, ഇതുപോലുള്ള കാര്യങ്ങളെയെല്ലാം ലഗ്നവും ലഗ്നാധിപൻ്റെ ബലവും സ്വാധീനിക്കും. അപ്പം പ്രധാനമായിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. നമുക്ക് ലഗ്നം കഴിഞ്ഞാൽ പിന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആ വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിനുള്ള കഴിവ്, ധനം ഒരു പ്രധാന വിഷയമാണല്ലോ ജീവിക്കാൻ. അപ്പം ധനത്തിൻ്റെ കഴിവ്, സ്വന്തമായി ഉണ്ടാക്കുന്ന കുടുംബത്തിൻ്റെ വിഷയങ്ങൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അയാളുടെ വാക്ക് എങ്ങനെ ഇരിക്കും. ഇപ്പം ലഗ്നത്തിൽ ക്വാളിറ്റി ഉണ്ടെന്ന് വെച്ചിട്ട് വാക്ക് അതുപോലെ വരണം എന്നില്ല. നാവിലൂടെ വരുന്നത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വേറൊരു ഭാവത്തിലേക്ക് പോകണം. അതാണ്